ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. സ്വീഡനിലെ കറൻറ്റ് സിറ്റുവേഷൻ ഞാൻ കുറച്ച് ബ്രീഫായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ സ്വീഡനിലെ കറൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം നമുക്കറിയാം, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ വന്നാൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിനും നമുക്ക് അൺലിമിറ്റഡ് വർക്ക് ടൈമാണ്, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാമെന്നാണ്. നമുക്ക് 40 മണിക്കൂർ അല്ലെങ്കിൽ 40 hours നമുക്ക് ഒരു വീക്കിൽ വർക്ക് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വിത്തൗട്ട് ലാംഗ്വേജ്, നമുക്ക് ഇവിടുത്തെ സ്വീഡിഷ് ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്കൊരു പുതിയൊരു ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബാരിയറാണ്. അപ്പം നിങ്ങൾ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വിസയ്ക്ക് വെക്കാമെന്ന് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പം ഓൾറെഡി എല്ലാവരും അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് 4-5 മാസം സമയമുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ മാക്സിമം തന്നെ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാനായിട്ട് നോക്കുക. എവിടെയെങ്കിലും ഡുവലിംഗോ ആപ്പ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 4 മാസം കൊണ്ട് ബേസിക്കായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ പഠിച്ചു തരാണെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം വിത്തൗട്ട് ലാംഗ്വേജ് നമുക്ക് ഒരു ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ദോ നമ്മൾ ക്ലാസ്സും അതുപോലെ ടീച്ചിങ്ങും ഒക്കെ ഇംഗ്ലീഷിലാണെങ്കിലും ജോബ് വരുമ്പം അവരെന്താണെങ്കിലും സ്വീഡിഷ് ചോദിക്കും. ഓക്കെ. പിന്നെ ഇവിടെ വന്നിരുന്നിട്ടുള്ള മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് ഡെലിവറിയാണ് പാർട്ട് ടൈം ആയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഫുഡോറ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ അറിഞ്ഞെടുത്തോളം പുതിയ എംപ്ലോയീസിനൊന്നും റിക്രൂട്ട് ചെയ്യുന്നില്ല. അവർക്ക് ഓവർ എംപ്ലോയിഡ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ കുറേ പേരെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള കുറച്ച് പേർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നാൽ ഇങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പം നിങ്ങൾ എവറി ഇയറിൽ ഇപ്പോൾ നിങ്ങൾ 2 ഇയേഴ്സിൻ്റെ കോഴ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴും ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ട് കാണിക്കണം. നമ്മൾ എത്രയാണോ ഫണ്ട്, കറസ്പോണ്ടൻസ് ഫണ്ട് നമ്മളിട്ട് കാണിക്കണം. ജോബ് സീക്കേഴ്സ് വിസയ്ക്ക് വയ്ക്കുമ്പോഴും നിങ്ങൾ ആ ഒരു ഫണ്ട് ഇട്ട് കാണിക്കണം. അപ്പം നിങ്ങൾ ആ ഒരു ഫണ്ട് ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ കരുതിയിട്ട് വരിക. നമ്മൾ നെക്സ്റ്റ് വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് ജൂണിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ഫണ്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരിക. ഇവിടെ വന്നിട്ട് അത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സാധിക്കില്ല. പിന്നെ വരുന്നത് പറയുന്ന കാര്യം, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് ഇവിടെ നിന്ന് അടച്ചു, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസ് ഇവിടെ നിന്ന് അടയ്ക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ട്യൂഷൻ ഫീസും അതുപോലെ 1 ഇയറിനുള്ള നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനുള്ള പൈസയും കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇൻ കേസ് വേഴ്സ് സിനാരിയോ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിൽ, എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ലിവിങ് എക്സ്പെൻസ് അത്യാവശ്യം ഹൈ ആണ്. അപ്പോൾ നിങ്ങളൊരു 1 ഇയറിനുള്ള നിങ്ങളുടെ ജീവിതചാലിനുള്ള പൈസയും പ്ലസ് നിങ്ങളെ ട്യൂഷൻ ഫീസും കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ട് വരിക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ട്യൂഷൻ ഫീസൊന്നും നിങ്ങൾക്ക് വേറെ ആ ഒരു സമയത്ത് നിങ്ങൾ നെട്ടോട്ട് ഓടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 months ഒന്നും നെക്സ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് ടൈം ഗ്യാപ്പ് കിട്ടില്ല. കാരണം നമുക്ക് സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസിൻ്റെ ഇൻവോയ്സ് നമുക്കൊരു നവംബർ എൻഡോട് കൂടി വരും. ഡിസംബറിൽ ഒരു മന്ത് സമയം കിട്ടും. ജനുവരി ഫസ്റ്റ് വീക്കോട് കൂട്ടി അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു 3-4 മാസം ഹാർഡ്ലി കിട്ടുള്ളൂ. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ ഫണ്ടിങ് പ്ലാൻ ചെയ്തിട്ട് വരിക. ഓക്കെ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റിൻ്റെ കാര്യമാണ്. ക്ലൈമറ്റിൻ്റെ കാര്യം ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരിക. തണുപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലുള്ള കൺട്രിയാണ്. പിന്നെ അപ്പം അതൊക്കെ ഒന്ന് പ്രിപ്പയർ ആവട്ടെ. നിങ്ങളുടെ ബോഡിക്ക് സെറ്റാവുന്ന കാര്യങ്ങളും നിങ്ങളുടെ എസ്പെഷ്യലി ബോഡി മാത്രമല്ല നമ്മുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്യുക കേട്ടോ. പിന്നെ വരുന്നത് ഇവിടെ ഞാൻ കേട്ടിരിക്കുന്നത്, നമുക്ക് എന്ത് ജോബ് കിട്ടാനും റെഫറൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിനെപ്പറ്റി ഉറപ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കണക്ഷൻസ് ഇപ്പം ലിങ്ക്ഡിനോ അതുപോലെ തന്നെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ പ്രൊഫഷണൽ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കണക്ഷൻസ് കിട്ടും. സോ ദാറ്റ് അവർ അപ്പോഴേ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നല്ല പറയണത്. പക്ഷേ
സംടൈംസ് എപ്പോഴെങ്കിലും നമുക്കതൊരു എന്തെങ്കിലും ചെറിയ രീതിയിലും എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് കിട്ടിയേക്കാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്ത് കുറച്ച് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇങ്ങനെ ഹെൽപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് നമുക്കൊരു വലിയൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പം ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇവർ അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ചില യൂണിവേഴ്സിറ്റീസിൽ മസ്റ്റ് ക്ലാസ്സസ് ഉണ്ട്, മസ്റ്റ് അറ്റൻഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ചില ക്ലാസ്സസ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം അത് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇവർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ചധികം സ്ട്രിക്റ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൺ ടൈമിലുള്ള സബ്മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എക്സാമിനേഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കോഴ്സിനും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്ക് എക്സാമിനേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് പഠിക്കാൻ കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മൾ പ്ലേജറിസം എല്ലാ കൺട്രിയിലും പോലെ ഇവിടെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പം നിങ്ങൾ എന്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴും പ്ലേജറിസം കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസിന് കുറച്ചൊക്കെ ഡിഫിക്കൽട്ടായിട്ട് വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് പഠിച്ചു വരുമ്പോൾ കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ചാലഞ്ചസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്കൊരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഫുൾ ടൈം ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പിന്നെ ഫീസ് അടയ്ക്കേണ്ട ടാക്സ് പേയേഴ്സിന്, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബെനിഫിറ്റ്സൊക്കെ കിട്ടും. പക്ഷേ ഒരു ഫുൾ ടൈം ജോബ് കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ചിട്ട് ലാംഗ്വേജ് മസ്റ്റാണ്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പം ഇത്രയാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് നിങ്ങൾ വന്ന ഉടനെ തന്നെ ഒത്തിരി ഏൺ ചെയ്യാം, വന്ന പാടെ നെക്സ്റ്റ് മന്തിൽ തന്നെ പാർട്ട് ടൈം ജോലിക്ക് കയറാമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. വളരെ സിറ്റുവേഷൻ വളരെ കുറച്ച് ഇങ്ങനെ ബാഡായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഓൺ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന് നിങ്ങളുടെ ട്യൂഷൻ ഫീസിന് ഫണ്ട് ഉണ്ട്. നമുക്ക് പതുക്കെ ജോലി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക്, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ വന്നേക്കണം. എന്നാലും അങ്ങനെ നമ്മൾ ഇതൊക്കെ എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ വില്ലിങ് ആണെന്നുള്ളവർക്ക് നല്ലൊരു കൺട്രിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു രാജ്യത്ത് പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വരിക. മെൻ്റലി നമ്മൾ വന്ന പാടെ തന്നെ എല്ലാം കിട്ടും, മറ്റു രാജ്യങ്ങളെ പോലെ പെട്ടെന്നൊരു പാർട്ട് ടൈം ജോലി കിട്ടുമെന്ന് വിചാരിച്ച് വരരുത്. നിങ്ങളെല്ലാം മൈൻഡ് പ്രിപ്പയർ ആക്കിയിട്ട് വരിക കേട്ടോ. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എന്ന് കരുതി എല്ലാവർക്കും ഇങ്ങനെ എന്നില്ല. എനിക്ക് പരിചയമുള്ളതും എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെയും കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ കണ്ടതും എനിക്ക് അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.